ഹലോ നമസ്കാരം, ശ്രീകണ്ഠൻ നായർ അല്ലേ? കേൾക്കുന്നുണ്ടോ? നികേഷ് കേൾക്കുന്നുണ്ടോ? മുല്ലപ്പെരിയാർ ഡാം റെഡ് അലേർട്ടിൽ നിന്നാണ്. അതായത് ജപ്പാനിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് സുനാമിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് പിന്നീട് മുല്ലപ്പെരിയാറിൽ ഉൾപ്പെടെ ക്ലൗഡ് സീഡിങ് കൃത്രിമ പ്രളയത്തിന് കാരണമാകുമെന്നൊരു ന്യൂസ് കണ്ടു. അതിനെക്കുറിച്ച് എന്താണ് ശ്രീകണ്ഠൻ നായർ, ശ്രീ നികേഷ്, കേരളത്തിലെ 18 ചാനലുകൾക്ക് പറയാനുള്ളത്? മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ സാധ്യതയുണ്ട്. രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ ഇത് എങ്ങനെയാണ് കേരളത്തിലെ 18 TV ചാനലുകൾ വെള്ളത്തിൽ മുങ്ങി കടലിൽ പോയി സുനാമിയായിട്ട് മാറി മത്സ്യങ്ങൾക്ക് ഭക്ഷണമായിട്ട് മാറുന്നതിന് മുന്നേ വന്ന് രക്ഷിക്കാൻ ഇന്ത്യയുടെയൊക്കെ പ്രധാനമന്ത്രി അഭിലാഷ് തയ്യാറാണെന്നുള്ളതാണ് ഈ സമയത്തെ വാർത്ത. അതുകൂടാണ്ട് സൗരോർജ്ജ കൊടുങ്കാറ്റ് വരുന്നു. ഈ കൊടുങ്കാറ്റ് കേരളത്തിൽ പതിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ 25,774 TV ചാനലുകളുടെ സാറ്റലൈറ്റ് സോളാർ കൊടുങ്കാറ്റിൽ പറന്നു കഴിഞ്ഞാൽ ലോകത്തിൽ ഇൻ്റർനെറ്റ് പോയിട്ട് TV പോയിട്ട് കറണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യം. ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ഇന്ത്യയുടെ ഏക പ്രസിഡന്റ്, പ്രധാനമന്ത്രി അഭിലാഷ്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഓക്കെ.